ഹായ് ഗായ്സ്, ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് സ്റ്റാൻഡേർഡ് ഓൺ ഓഡിറ്റിംഗ് എന്നതിനെ കുറിച്ചാണ്. ഓക്കെ, അതിൻ്റെ മുമ്പ് ഞാൻ കുറച്ച് ഇൻട്രോ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നത്. ബേസിക്കലി നമ്മുടെ ഫൈനാൻഷ്യൽ സ്ട്രക്ചറിലെ ഏറ്റവും സ്ട്രോങ് ആൻഡ് പവർഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഫഷണൽസ് ആരെന്ന് ചോദിച്ചാൽ ഒബ്വിയസ്ലി അത് ചാർട്ടേഡ് അക്കൗണ്ട്സ് ആണ്. അവർ തന്നെയാണ് ഓഡിറ്റിംഗ് കണ്ടക്ട് ചെയ്യേണ്ടത്. ഓക്കെ, ആൻഡ് സോ ദേ ആർ വൺ ഓഫ് ദി പവർഫുൾ. ദർ ഇസ് എന്താ പറയുക, with the great power it's come great responsibility. അങ്ങനെയും പറയാണ്ട് the great responsibility requires the greatest power also. ഓക്കെ, ഈ രണ്ടും ഓപ്പോസിറ്റിലും പറയാം. കാരണം they are dealing with the money, they are dealing with the tax. Okay, tax is the basic area for revenue for the ഗവൺമെൻറ്റിന് റവന്യൂ കിട്ടുന്ന ഏറ്റവും മെയിൻ ഏരിയ ടാക്സിലൂടെയാണ്. ഓക്കെ, അപ്പോൾ അത് ഡീൽ ചെയ്യുന്ന ഒരു പേഴ്സൺ ആരാണെന്ന് ചോദിച്ചാൽ ഓബിയസ്ലി ടാക്സിസ്റ്റ് ആണ്. അപ്പോൾ മണി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ടാക്സ് എന്ന് പറയുന്ന ഒരു കാര്യം ഇതിലെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ആണ്. അപ്പോൾ ആ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ചെയ്യുന്ന വ്യക്തിക്ക് അത്രയും പവർ ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് വി സെയിങ് ദാറ്റ് ദേ ആർ മോസ്റ്റ് പവർഫുൾ ബിക്കോസ് ദേ ആർ ഡൂയിങ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്. ഓക്കെ, സ്റ്റാൻഡേർഡ് ഓൺ ഓഡിറ്റിന് മുമ്പ് പോണതിന് മുമ്പ് സ്റ്റാൻഡേർഡ് ഓഡിറ്റിംഗ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ഒരു ജേർണി പോലെയാണ്. ഓക്കെ, ഫ്രം നമ്മളൊരു ജേർണി പോകുമ്പോൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ള ഓരോ സിറ്റുവേഷനിൽ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത്. കാരണം ഓഡിറ്റിംഗ് എന്ന് പറയുന്നത് ഒരു ജഡ്ജ്മെൻ്റൽ ആക്ടിവിറ്റിയാണ്. ഓക്കെ, ഇറ്റ്സ് നോട്ട് എ ക്ലറിക്കൽ ജോബ്. ഒരു ജഡ്ജ്മെൻറ്റ്, നമ്മളൊരു കോർട്ടിൽ പോകുമ്പോൾ ഒരു ജഡ്ജ്മെൻറ്റ് ചെയ്യണം. അപ്പോൾ നമ്മളെപ്പോഴും ഒരു ജഡ്ജ്മെൻ്റൽ ആക്ഷനിലേക്ക് വരുന്ന സമയത്ത് നമുക്കൊരിക്കലും ഓൺ ഡിസ്ക്രിപ്ഷനിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. നമുക്ക് എപ്പോഴും ഒരു സിറ്റുവേഷൻ ഇന്നതാണ് ചെയ്യേണ്ടതെന്ന് മുൻകൂട്ടി അവിടെ എന്തെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ ആക്ട് ചെയ്യാം. ഓക്കെ, ഫ്യൂ ആസ് പെർ ദിസ് യു ഹാവ് ടു ഡു ദിസ്, ആസ് പെർ ദിസ് യു ഹാവ് ടു ഡു എന്ന മുൻകൂട്ടിയുള്ള ഒരു ആൻസർ നമുക്കുണ്ടാവും. അതിനനുസരിച്ച് വെദർ യൂസ് ഡൺ വെൽ ഓർ നോട്ട് ഡൺ വെൽ എന്ന ലെവലിലേക്ക് ഏത് ജഡ്ജ്മെൻ്റൽ ലെവലിൽ നിൽക്കുന്ന പേഴ്സൻ്റെയും ഡ്യൂട്ടി അതാണ്. നമ്മളിപ്പോൾ ഒരു പാട്ടിൻ്റെ കോമ്പറ്റീഷനിലെ ജഡ്ജായി പോയിട്ട് നമുക്ക് ഓൾറെഡി നമുക്ക് എടുത്ത് തന്നിട്ടുണ്ടാവും ഇതൊക്കെയാണ് മാർക്കിങ്ങിൻ്റെ സിസ്റ്റം, ഇത് ചെയ്ത ഇങ്ങനെ, ഇത് ചെയ്ത ഇങ്ങനെ എന്നുള്ളത്. അപ്പോൾ ജഡ്ജ്മെൻറ്റിൽ നിൽക്കുന്ന എല്ലാ വ്യക്തികൾക്കും പ്രയറായിട്ട് അവരെന്താണ് ചെയ്യേണ്ടത്, വിച്ച് ഈസ് ദ റൈറ്റ് വൺ, വിച്ച് ഈസ് നോട്ട് ദ റൈറ്റ് വൺ എന്ന രീതിയിൽ മുൻകൂട്ടി അവർക്കൊരു എന്താ പറയുക ഗൈഡ് ലൈൻസ് ഉണ്ടാവും. ഓക്കെ, ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. പറഞ്ഞിട്ട് ജഡ്ജ്മെൻ്റൽ ആക്ഷൻ എപ്പോഴും അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം നമുക്ക് അല്ലെങ്കിൽ ഓരോ വ്യക്തിക്കും ഓൺ ഡിസ്ക്രിപ്ഷൻ ഉണ്ടാവും. ഓക്കെ, നമുക്ക് എപ്പോഴും ജഡ്ജ്മെൻറ്റ്സിൽ യൂണിഫോമിറ്റി വേണം മാക്സിമം ഓൾ ഓവർ ദ കൺട്രി. ഓക്കെ, ഏത് ജഡ്ജ്മെൻറ്റ് എടുക്കുന്ന സമയത്ത് ഏത് വ്യക്തി വന്നിട്ട് ഒരു പർട്ടിക്കുലർ സയൻസിനെ ജഡ്ജ് ചെയ്താലും എത്തിച്ചേർന്നത് ഒരേ ഒരു ആക്ഷനിലായിരിക്കണം. അതുകൊണ്ട് തന്നെ യൂണിഫോമിറ്റി ഓഫ് ജഡ്ജ്മെൻറ്റ് വരണമെന്നുണ്ടെങ്കിൽ അവർ ഫോളോ ചെയ്യുന്ന പ്രോസസ്സും ഒരേതായിരിക്കണം. ഓക്കെ, ഇപ്പോൾ ഏത് തരം പേഴ്സൺ, ഇപ്പോൾ ഇന്ത്യയിലെ നോർത്ത് ഇന്ത്യയിലുള്ള പേഴ്സൺ ആണ് ശരി, സൗത്ത് ഇന്ത്യ ആണ് ശരി, വാട്ട് എവർ ബാക്ക്ഗ്രൗണ്ട് ആണ് ശരി, വാട്ട് എവർ പേഴ്സൺ, വാട്ട് എവർ ക്വാളിഫിക്കേഷൻ കഴിയും, ജഡ്ജ്മെൻറ്റ് ഡ്യൂട്ടി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ദേ ഹാവ് ടു എൻഡ് അപ്പ് ഇൻ ദ സെയിം കൺക്ലൂഷൻ. ഓക്കെ, ആൾമോസ്റ്റ് നിയറസ്റ്റ് അല്ലെങ്കിൽ ഡീവിയേഷൻ ഒരുപാട് ഉണ്ടാവില്ല. അപ്പോൾ അവർ ഫോളോ ചെയ്യുന്ന പ്രോസസ്സും ഒരേപോലെ ആയിരിക്കണം. അപ്പോൾ ലൈക്ക് CA എന്ന് വരുന്ന സമയത്ത് ദേ ഹാവ് ഡൂയിങ് സം ജഡ്ജ്മെൻ്റൽ ആക്ഷൻ അല്ലെങ്കിൽ ജഡ്ജ്മെൻ്റൽ ആയിട്ടുള്ള ഒരു ഡ്യൂട്ടിയാണ് അവർ ചെയ്യുന്നത്. അപ്പോൾ അവരും ഓൾ ഓവർ ദ ഇന്ത്യയിലുള്ള എല്ലാ CAസും ഒരേ കോമൺ ആയിട്ടുള്ള പർപ്പസിന് വേണ്ടി സെർവ് ചെയ്യുന്ന പീപ്പിൾസാണ്. അപ്പോൾ ദേ ഹാവ് ടു ഗോ ത്രൂ കോമൺ ആയിട്ടുള്ള ഒരു പാത്തിൽ കൂടി അവർ ട്രാവൽ ചെയ്യേണ്ടത്. അപ്പോൾ അവരെ ട്രാവൽ ചെയ്യിപ്പിക്കുന്ന ഒരു പാത്താണ്. അവർക്ക് ഗൈഡൻസ്, ഓക്കെ ഇന്ന സിറ്റുവേഷൻ വന്നാൽ എന്താണ് ചെയ്യേണ്ടത്, ഇന്ന സിറ്റുവേഷൻ വന്നാൽ എന്താ ചെയ്യേണ്ടത് എന്ന് ഒരു ഗൈഡൻസ് കൊടുക്കണം. അല്ലാണ്ട് നമുക്ക് ഓൺ ഡിസ്ക്രിപ്ഷൻ പ്രകാരം എനിക്കിങ്ങനെയാണ് തോന്നുന്നത് എന്ന് പറഞ്ഞ് നമുക്ക് ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ പറയാൻ പറ്റില്ല. ഇത് ഇങ്ങനെയായിരിക്കും ഇങ്ങനെയായിരിക്കണം. നമുക്ക് ആൾറെഡി നമുക്ക് ഗൈഡൻസ് ഉണ്ടാവും. ഓക്കെ, ഇങ്ങനെയാണ് ചെയ്യേണ്ടത്, ഓക്കെ ഫൈൻ, അത് പ്രകാരം ചെയ്തിട്ടുണ്ടോ എന്ന് മാത്രമേ നമുക്കൊരു ഓഡിറ്റർ തന്നെ ചിന്തിക്കുക. നമുക്കവിടെ പേഴ്സണൽ ഒപ്പീനിയൻസിൻ്റെ റോൾ വളരെ കുറവാണ്. ഓക്കെ, നമുക്ക് വേണമെങ്കിൽ എക്സ്പെർട്ടൈസ് ചെയ്യാം. ഓക്കെ, ഇതിന് ഇങ്ങനെ ഒരു വ്യാഖ്യാനം കൂടി ഉണ്ടെന്ന് വേണമെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാം എന്നതിനപ്പുറം പക്ഷേ പേഴ്സണൽ വ്യൂസ് എപ്പോഴും വി ഹാവ് ടു ഗോ സം വേ. ഒരു ലൈൻ വരച്ചിട്ടുണ്ട്, ആ ലൈനിൽ കൂടെ തന്നെ ആയിരിക്കും നമ്മുടെ ഓഡിറ്റിംഗ് ട്രാവൽ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഈ ട്രാവൽ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യണ ഒരു ടൂളാണ് ഓഡിറ്റിംഗ്, സ്റ്റാൻഡേർഡ് ഓൺ ഓഡിറ്റിംഗ് പറയാം. അപ്പോൾ സ്റ്റാൻഡേർഡ് ഓഡിറ്റിംഗ് ബെറ്റർ ആണെന്നുണ്ടെങ്കിൽ സ്റ്റാൻഡേർഡ് ഓഡിറ്റിംഗിൽ നമ്മൾ ബെറ്റർ ആയിരിക്കണം. സ്റ്റാൻഡേർഡ് ഓഡിറ്റിംഗ് ബെറ്റർ ആണെന്നുണ്ടെങ്കിൽ അതിന് മുമ്പ് പ്രയറായിട്ടൊരു കാര്യമുണ്ട്, ഇൻഡിപെൻഡൻസ് ഓഫ് ഓഡിറ്റർ എന്ന് പറയും. ഓക്കെ, ഇൻഡിപെൻഡൻസ് ഓഫ് ഓഡിറ്റർ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം അത് ഉണ്ടാകുമ്പോൾ മാത്രമാണ് ഒരു പേഴ്സണ് പ്രോപ്പറായിട്ട് ജേർണിയിലേക്ക്, കാരണം ഈ ജേർണി കൂടെ തന്നെയാണ് നിങ്ങൾ പോകേണ്ടത് എന്ന് പറയുമ്പോൾ ആ ജേർണി കൂടെ തന്നെയാണ് നിങ്ങൾ പോകേണ്ടത്. ഓക്കെ, ഇൻഡിപെൻഡൻസ് ഓഫ് ഓഡിറ്റർ റെഡ്യൂസ് ചെയ്യുന്നതോറും ആ ജേർണി സിറ്റുവേഷൻ അനുസരിച്ച് വയലേറ്റ് ചെയ്യപ്പെടും. കാരണം ഒരു സിറ്റുവേഷനിലാണ് എന്താ നീഡ് അനുസരിച്ച് അത് ഡീവിയേഷൻ നടത്തും. ഓക്കെ, അപ്പോൾ ആ ഡീവിയേഷൻ നടക്കരുത് എന്നുണ്ടെങ്കിൽ ഈ സ്റ്റാൻഡേർഡ് ഓൺ ഓഡിറ്റിംഗ് എഫക്റ്റീവായി മാറുന്നുണ്ടെങ്കിൽ ഒരു ഇൻഡിപെൻഡൻസ് ഓഫ് ഓഡിറ്റർ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, എത്രത്തോളം ഇപ്പോൾ ഈ ഇൻഡിപെൻഡൻസ് ഓഫ് ഓഡിറ്റർ എന്ന് പറയുമ്പോൾ പലപ്പോഴും ആൾക്കാർക്ക്
വളരെ കാഷ്വൽ ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആയിട്ടാണ് തോന്നുക. പക്ഷേ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. എനി കൈൻഡ് ഓഫ് ജഡ്ജ്മെൻറ്റൽ ആക്ഷൻ എടുത്തു കഴിഞ്ഞാൽ പോലും എന്ത് ജഡ്ജ്മെൻറ്റൽ റോളിലിരിക്കുന്ന വ്യക്തിക്കും ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ നമ്മളൊരു പറഞ്ഞാൽ നമ്മൾ ഡാൻസ് പരിപാടിക്ക് ജഡ്ജായി പോയിരിക്കുകയാണ്. അവിടെ മത്സരിക്കുന്നത് എനിക്ക് റിലേറ്റീവ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ ഞാൻ ആ ജഡ്ജ്മെൻറ്റായി പോയിരിക്കാൻ പറ്റില്ല. കാരണം ആ ജഡ്ജ്മെൻറ്റ് ബയസായി മാറും. ഓക്കെ, ദാറ്റ്സ് അൺഫെയർ. ഓക്കെ, അപ്പോൾ ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ജഡ്ജ്മെൻറ്റലിലേക്ക് വരുന്നത്. അങ്ങനെ ഒരു ഡ്യൂട്ടിയാണ് നമ്മൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കോർട്ടിലാണെങ്കിൽ പോലും നമ്മുടേതായ കേസിൽ നമ്മൾ ഇൻവോൾവ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അങ്ങനെ ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടേമാണ് ഇൻഡിപെൻഡൻസ് എന്ന് പറയും. അതിന് വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യം പറയുമ്പോൾ ഒരു കേസിൽ സോണിയാഗാന്ധി റിലേറ്റഡ് ആയിട്ടുള്ള കേസാണെന്ന് തോന്നുന്നത്. കാരണം നമ്മുടെ നാഷനിലെ ഏറ്റവും സുപ്രീം ആയിട്ടുള്ള പവർ ഏതാണെന്ന് ചോദിച്ചാൽ ലെജിസ്ലേറ്റീവ് പവർ. അത് പാർലമെൻറ്റിലെ നമ്മുടെ MPs അവരാണ് ഏറ്റവും ദേ ഹോൾഡ് ഹയസ്റ്റ് പവർ. ഓക്കെ, ഹയസ്റ്റ് പവറിൽ അവരുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ലെജിസ്ലേറ്റേഴ്സിൻ്റെ മെയിൻ ഡ്യൂട്ടി എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സിക്യൂട്ടീവ്സിനെ ചോദ്യം ചെയ്യാന്നുള്ളതാണ്. ഓക്കെ, എക്സിക്യൂട്ടീവ്സിനെ ചോദ്യം ചെയ്യാന്നുള്ളതാണ് അവരുടെ മെയിൻ ഡ്യൂട്ടി. വാട്ട് എവർ ദാറ്റ് എക്സിക്യൂട്ടീവായിരിക്കും ആക്ഷൻസ് ചെയ്യുക. ഇതിൻ്റെ ആക്ഷൻസിനെ ജനങ്ങൾക്ക് വേണ്ടി ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ടേ. ഇപ്പോൾ ക്വസ്റ്റ്യൻ അവേഴ്സ് ഉണ്ടാകും പല സെക്ഷനിൽ ഈ എക്സിക്യൂട്ടീവ് ആക്ഷൻസിനെ ചോദ്യം ചെയ്തുകൊണ്ടേയിരിക്കുക എന്നുള്ള ഡ്യൂട്ടിയാണ് ഈ ലെജിസ്ലേറ്റീവിൻ്റെ മെയിൻ പണി. ഓക്കെ, അല്ലെങ്കിൽ അതിൻ്റെ ഡ്യൂട്ടി അതാണ്, അവർക്ക് വേറെ ഡ്യൂട്ടി ഒന്നുമില്ല. മെയിൻ ഡ്യൂട്ടി ഇതാണ്. ഓക്കെ, അപ്പം നമ്മളൊരു വ്യക്തിയെ നിങ്ങൾ എന്താ അങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞ് ചോദിക്കണം എന്നുണ്ടെങ്കിൽ ആ വ്യക്തിയോട് നമുക്ക് യാതൊരുവിധ ഇൻട്രസ്റ്റും ഉണ്ടാകരുത്. ഓക്കെ, ആ വ്യക്തിയോട് യാതൊരുവിധ താല്പര്യം, ഏത് തരത്തിലുള്ള താല്പര്യം ഉണ്ടാകില്ല. അങ്ങനെ താല്പര്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ജോലി ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മുടെ മെയിൻ പണി പറഞ്ഞാൽ ആളോട് ചോദിക്കാനുള്ളതാണ്. ആ വ്യക്തിയോട് നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഇൻട്രസ്റ്റ് വന്നു കഴിഞ്ഞാൽ അപ്പോൾ നമ്മുടെ ജോലിയുടെ ഇൻഡിപെൻഡൻസ് നഷ്ടപ്പെടും. അപ്പോൾ നമ്മൾ ആ വ്യക്തിയോട് ചോദിക്കാതെ ചിലപ്പോൾ ഓക്കെ അങ്ങനെ രീതിയിലാകും. അപ്പോൾ അങ്ങനെ ആകരുത്. കാരണം അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമ്മുടെ ജോലി അത് വൃത്തിയായിട്ട് നമ്മൾ ചെയ്യില്ല. അപ്പം സോണിയാഗാന്ധി ആണെന്ന് തോന്നുന്നു, അവർ പാർലമെൻറ്റിൽ ഒരു അംഗമായിട്ടിരിക്കുന്ന സമയം കോൺഗ്രസ് തന്നെയാണെന്ന് തോന്നുന്നു ഭരിക്കുന്നത്. ആ സമയത്ത് അവരൊരു എക്സിക്യൂട്ടീവ് പൊസിഷനിലെ ചെയർപേഴ്സൺ ആയിട്ടാണ്. ഓക്കെ, ഒരു ചെയർപേഴ്സൺ ആയിട്ട്, അത് ഒരു എക്സിക്യൂട്ടീവ് ഗവൺമെൻറ് ഓഫീസിൽ ഒരു ചെയർപേഴ്സൺ എന്നുള്ളൊരു ഹെഡിൽ അവരുണ്ടായിരുന്നു. ഓക്കെ, ആ സമയത്ത് ഷീ ഈസ് ഹോൾഡിങ് ആൻ ഓഫീസ് ഇൻ ദ ലെജിസ്ലേറ്റീവ്, ഷീ ഈസ് ഹോൾഡിങ് ആൻ ഓഫീസ് ഇൻ ദ എക്സിക്യൂട്ടീവ്. ഓക്കെ, ആ സമയത്ത് അവർക്ക് ഒരിക്കലും ഒരു എക്സിക്യൂട്ടീവ് ആക്ഷനെ ചോദ്യം ചെയ്യാൻ കഴിയില്ല. കാരണം ഒരു ഇൻട്രസ്റ്റ് ഹോൾഡ് ചെയ്യേണ്ടത് എക്സിക്യൂട്ടീവ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഇവരൊരു ഇൻട്രസ്റ്റ് ഹോൾഡ് ചെയ്യേണ്ടത്. അപ്പോൾ അവരെങ്ങനെയാണ് ആസ് എ ലെജിസ്ലേറ്റർ ഗോയിങ് ടു ഡു ദെയർ ഡ്യൂട്ടി വെൽ. ഓക്കെ, അതൊരു കോർട്ടിലേക്ക് കേസ് പോകണു, അതിനുശേഷം അവർ ഡിസ്ക്വാളിഫിക്കേഷൻ എന്ന ലെവലിലേക്കൊക്കെ പോകേണ്ടത് തോന്നുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അവർ ആ സമയത്ത് പറഞ്ഞിട്ട് ഞാൻ യാതൊരു വിധത്തിലുള്ള ഫൈനാൻഷ്യൽ ഗെയിൻ അവിടെ നേടുന്നില്ല, എനിക്ക് അവിടെ നിന്ന് യാതൊരുവിധ ഒരു ഫൈനാൻഷ്യൽ മോണിറ്ററി ബെനിഫിറ്റ്, യാതൊരുവിധ ബെനിഫിറ്റും ആ ടൈറ്റിൽ ഹോൾഡ് ചെയ്യണതുകൊണ്ട് എനിക്ക് കിട്ടുന്നില്ല എന്ന് കോർട്ട് തന്നെ വന്നത്. യു ആർ ജസ്റ്റ് അവിടെ ഒരു ടൈറ്റിൽ ഉണ്ട്, ആ ടൈറ്റിൽ നിങ്ങൾ ഹോൾഡ് ചെയ്യണോ, ആ ടൈറ്റിൽ ഹോൾഡ് ചെയ്യുമ്പോൾ ദർ ഇസ് സം കൈൻഡ് ഓഫ് ഇൻട്രസ്റ്റ് ദർ, അതിലേക്ക് ഒരു സം കൈൻഡ് ഓഫ് ഇൻട്രസ്റ്റ് ഉണ്ട്. ആ ടൈറ്റിൽ ഹോൾഡ് യു ഗെയിൻ സം കൈൻഡ് ഓഫ് പവർ. ഓക്കെ, അപ്പോൾ ദർ ഇസ് എ ഇൻട്രസ്റ്റ്, ഇറ്റ് വിൽ എന്താ പറയുക, നിങ്ങളുടെ ഡ്യൂട്ടി ചെയ്യാൻ ആസ് എ ലെജിസ്ലേറ്റർ എന്ന രീതിയിൽ നിങ്ങളുടെ ഡ്യൂട്ടി ചെയ്യാൻ അത് ചിലപ്പോൾ ഒരു തടസ്സമായി മാറാം. അതുകൊണ്ട് തന്നെ ഇറ്റ്സ് നോട്ട് അലൗഡ് എന്ന ലെവലിലേക്ക് അത് മാറ്റുകയാണ്. അതിനും യു ആർ നോട്ട് അലൗഡ് ടു ഹോൾഡ് ദാറ്റ് പൊസിഷൻ എന്ന ലെവലിലേക്ക് മാറ്റണം. അപ്പോൾ ആ ഡ്യൂട്ടി, അതായത് ആസ് എ ലെജിസ്ലേറ്റർ എന്ന നിലയിൽ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് എക്സിക്യൂട്ടീവിൽ നിന്ന് മാറി നിൽക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ള ഒരു ജഡ്ജ്മെൻ്റ് ആയിരുന്നു അത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു ജോലി ചെയ്യുമ്പോൾ അതിന് ഈ ഇൻഡിപെൻഡൻസ് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത് വളരെ ഓപ്പണാക്കി കാണിച്ചു തരുന്ന ഒരു ജഡ്ജ്മെൻറ്റാണ്. ലൈക്ക് ദാറ്റ് CA-കാർക്കും ഇത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഇൻഡിപെൻഡൻസ് വളരെ ഉണ്ട്. ആ ഇൻഡിപെൻഡൻസിനനുസരിച്ചായിരിക്കും ആ ഓഡിറ്റ് സ്റ്റാൻഡേർഡ്സിൻ്റെ ഒരു ഡെപ്ത് അല്ലെങ്കിൽ ഒരു എഫിഷ്യൻസി ഓഫ് എക്സിക്യൂഷൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം വി കനോട്ട് ഫോർഗോട്ട് ദാറ്റ് ജേർണി. ഓക്കെ, വി ഷുഡ് ഗോ ഇൻ സം ജേർണി. Maybe for a practical purpose we have to deviate some percentage, but not too much. It will affect the overall quality of the audit. Okay, okay, I'm coming to the point. Standard on auditing. Okay, സ്റ്റാൻഡേർഡ് ഓൺ ഓഡിറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം തന്നെ പറഞ്ഞ ഒരു കഥയാണ്. ഓക്കെ, ഒരു കഥ. ഓക്കെ, അപ്പോൾ ഒരു ഫിനാൻഷ്യൽ ഇയർ നമുക്ക് എൻഡ് ചെയ്തു, ഇനി നമ്മൾ ഓഡിറ്റിംഗ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഒരു ആൾറെഡി സംഭവിച്ച കാര്യങ്ങളെ നമ്മൾ വിലയിരുത്താൻ പോകണം. ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഇറ്റ്സ് എ ജഡ്ജ്മെൻ്റൽ ആക്ഷൻ, വാട്ട് ദേ ഡൺ. അപ്പോൾ ജഡ്ജ്മെൻറ്റൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കുറത്തിലുള്ള ഗൈഡൻസ് എന്ന പോലെ ഒരു ജേർണി പറഞ്ഞിട്ടുണ്ട്. ഈ ജേർണിയിലൂടെ നിങ്ങൾ ട്രാവൽ ചെയ്യുക. ഈ ട്രാവൽ ചെയ്തിട്ട് നിങ്ങൾ എന്ത് പോയിന്റിലാണ് എത്തിച്ചേരുന്നത് അത് നമ്മൾ റിപ്പോർട്ട് ചെയ്യും. ഓക്കെ, ഒരു ട്രാവലിംഗ് പോലെ ഓരോ ചെറിയ സ്റ്റോപ്പുകളുണ്ട്. അതാണ് ഓരോ സ്റ്റാൻഡേർഡ് ഓൺ ഓഡിറ്റിംഗ് പറയുന്നത്. അപ്പോൾ ഓരോ സ്റ്റാൻഡേർഡിൽ എത്തുന്ന സമയത്ത് നമ്മൾ ചില കാര്യങ്ങൾ നോക്കുന്നു, ഓരോ സ്റ്റാൻഡേർഡ് ഇത് പറയുന്നത് ഈ സ്റ്റാൻഡേർഡ് കാര്യങ്ങൾ നോക്കുന്നു. ഇങ്ങനെ ജേർണി നമ്മൾ ട്രാവൽ ചെയ്ത് നമ്മൾ എൻഡിലെ ജേർണിയിലേക്ക് എത്തുന്ന സമയത്ത് വാട്ട് ഈസ് ദ പോയിന്റ് ഓൺ യുവർ മൈൻഡ്. ഓക്കെ, ആ അവസാനത്തെ സ്റ്റെപ്പിലേക്ക് എത്തുന്ന സമയത്ത് എന്ത് കൺക്ലൂഷനിലാണ് നിങ്ങൾ എത്തിച്ചേരുന്നത് എന്നുള്ള രീതിയിൽ നമ്മൾ ജഡ്ജ്മെൻറ്റ് പറയണം, നമ്മുടെ ഒപ്പീനിയൻ പറയണം, നമ്മൾ റിപ്പോർട്ട് കൊടുക്കണം. ഓക്കെ, ദാറ്റ് ഈസ് അതാണ് ഈ സ്റ്റാൻഡേർഡ് ഓൺ
ഓഡിറ്റിൻ്റെ ഒരു യൂസ് എന്ന് പറയുന്നത്. അതിനും മേക്കിംഗ് പല സിറ്റുവേഷനിൽ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് നമ്മളെ അവെയർ ചെയ്യിപ്പിക്കുക ഈ ജേണിയിലൂടെ. ഓക്കെ, അപ്പോൾ നമ്മൾ ബെറ്റർ കൺക്ലൂഷനിലെത്തും, ബെറ്റർ ഔട്ട്കം ക്രിയേറ്റ് ചെയ്യപ്പെടും എന്ന് പറയും. അപ്പോൾ ഈ സ്റ്റാൻഡേർഡ് ഓൺ ഓഡിറ്റിംഗ് ഇൻഡിവിജ്വലായിട്ട് ഞാൻ പറയുന്നില്ല, പക്ഷേ ഐ ക്യാൻ സെപ്പറേറ്റ് ഇറ്റ് ടു 2 ടേംസ്, അല്ലെ 3 ടേംസ്. ഓക്കെ, ഒരു നമ്മളുടെ 200 സ്റ്റാർട്ട് ചെയ്തിട്ട് ഓൾമോസ്റ്റ് 700-800 അവിടെ എത്തുന്ന സമയത്ത് ഈ മൂന്നിനും 3 സെക്ഷനായിട്ട് ഞാൻ തരംതിരിക്കുകയാണ്. ഓക്കെ, ഐ ഡോ നോ ഓൾറെഡി അങ്ങനെ ആരെങ്കിലും സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ടെന്ന്, ബട്ട് ഐ ലൈക്ക് ടു സ്പ്ലിറ്റ് ഇൻ ടു 3 ടേംസ്. ഫസ്റ്റ് നമ്മുടെ സിനിമ, ഒരു സിമ്പിളായിട്ട് പറയാം, സിനിമൻ്റെ ഒരു രീതിയിലേക്ക് പോവാം. ഓക്കെ, 1 ഈസ് ദ പ്രീ പ്രൊഡക്ഷൻ. ഓക്കെ, അതായത് നമ്മളൊരു പ്രൊഡക്ഷൻ, സിനിമയുടെ റിയൽ ആക്ഷൻ, അത് ഷൂട്ടിംഗ് എന്നുള്ള ലെവൽസ് അതിനുണ്ട്. അതിന് മുമ്പിൽ കുറേ കാര്യങ്ങളുണ്ട്, പ്രീ പ്രൊഡക്ഷൻ എന്ന് പറയും, ആ ഒരു ലെവലുണ്ട്. ഒന്ന് പ്രൊഡക്ഷൻ സമയം, അതായത് നമ്മൾ ഷൂട്ടിംഗ് നടക്കുന്ന സമയം, പിന്നെ ഒന്ന് പോസ്റ്റ് പ്രൊഡക്ഷൻ. ഈ 3 ലെവൽ ഓഫ് ഒരു ഫിലിം ഷൂട്ടിംഗ് ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഈ 3 ലെവൽ എന്ന രീതിയിൽ തന്നെ ഞാൻ ഓഡിറ്റിങ്ങിനും തരംതിരിക്കുകയാണ്. ഓക്കെ, നമ്മൾ ഓഡിറ്റിങ്ങിന് റിയൽ ആയിട്ടുള്ളൊരു എൻട്രൻസ്, അതായത് ഓഡിറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സമയമുണ്ട്. ഓക്കെ, അതായത് നമ്മൾ അതിൽ ഇൻവോൾവ് ചെയ്ത് ഫീൽഡ് വർക്ക് എന്ന ലെവലിലേക്ക് പോകുന്ന ലെവലുണ്ട്. അതിനുശേഷം ഒരു ഒപ്പീനിയൻ ഫോം ചെയ്യുന്ന ലെവലുണ്ട്, അല്ലെങ്കിൽ ഓഡിറ്റിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമുണ്ട്. ഓക്കെ, ഇതാണ് സെക്കൻഡ് സ്റ്റേജ്. ഫസ്റ്റ് സ്റ്റേജ് പറഞ്ഞാൽ ബിഫോർ ദ ഓഡിറ്റിംഗ്. ഓക്കെ, ബിഫോർ ദ ഓഡിറ്റിംഗ് എന്നുള്ള സ്റ്റേജ്, പിന്നെ ഒന്ന് ഓഡിറ്റിംഗ് ടൈം, പിന്നെ ആഫ്റ്റർ ദ ഓഡിറ്റിംഗ് നമ്മൾ ഒപ്പീനിയൻ ഫോം ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ റിപ്പോർട്ട് ജനറേറ്റ് ചെയ്യുക എന്നുള്ള ലെവലിലുള്ള ടൈം. ഈ 3 കാറ്റഗറിയിലേക്ക് ഓഡിറ്റിംഗ് സ്റ്റാൻഡേർഡ്സ് സ്പ്ലിറ്റ് ചെയ്യപ്പെടും. ഇതിൽ ആദ്യത്തെ 200 സ്റ്റാൻഡേർഡ് ഓൺ ഓഡിറ്റിംഗ് തുടങ്ങി ഓൾമോസ്റ്റ് 299 എന്ന് വരെയുള്ള ഓഡിറ്റിംഗ് സ്റ്റാൻഡേർഡ് ഡീൽ ചെയ്യുന്നത് ഈ പ്രീ പ്രൊഡക്ഷൻ ഓഡിറ്റിംഗ് ആണ്. ഓക്കെ, അതായത് നമ്മൾ ഓഡിറ്റിംഗിലേക്കുള്ള ഒരു ഫീൽഡ് വർക്കിലേക്ക് അല്ലെങ്കിൽ ഇൻവോൾവ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, വാട്ട് ആർ ദ തിങ്സ്. ഫസ്റ്റ് സ്റ്റാർട്ടിങ് തന്നെ പറയുന്നത് ഒബ്ജക്റ്റീവ്സ് ഓഫ് ദ ഇൻഡിപെൻഡൻറ്റ് ഓഡിറ്റർ ആൻഡ് കണ്ടക്ടിൻ്റെ ഓഡിറ്റ് എന്നാണ്. കാരണം ഈ ഓഡിറ്റ് കണ്ടക്ട് ചെയ്യുന്നത് എന്തിനാണെന്ന് നമ്മൾ തിരിച്ചറിയുക, അതിൻ്റെ ഡെപ്ത് എന്താണെന്ന് മനസ്സിലാക്കി എങ്ങനെയാണ് കണ്ടക്ട് ചെയ്യുക എന്നുള്ളത്. പിന്നെ അടുത്ത് വന്ന എഗ്രീയിങ് ദ ടേംസ് എന്ന് പറയും. അപ്പോൾ ഈ 290 വരെയുള്ള സ്റ്റാൻഡേർഡ് ഓഡിറ്റ് എന്ന് പറയുന്നത് പ്രീ പ്രൊഡക്ഷൻ ആണ്, ഓഡിറ്റിങ്ങിൻ്റെ പ്രീ പ്രൊഡക്ഷൻ. കാരണം നമ്മൾ അപ്പോഴും ഓഡിറ്റിംഗ് സ്റ്റാർട്ട് ചെയ്തില്ല, പക്ഷേ ഓഡിറ്റിംഗ് സ്റ്റാർട്ടിങ്ങിന് മുമ്പ് നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് ഓൾമോസ്റ്റ് 290 വരെയുള്ള കാര്യങ്ങൾ പറയുന്നത്. ഓക്കെ, 290 തൊട്ടിട്ട് ഓൾമോസ്റ്റ് 700 വരെ. ഓക്കെ, 700 നമ്മുടെ റിപ്പോർട്ടിംഗ് സ്റ്റേജ് സ്റ്റാർട്ട് ചെയ്യാനാണ് എൻ്റെ വിശ്വാസം. ഓക്കെ, ഈ 300 സ്റ്റാർട്ട് ചെയ്ത് 290 കഴിഞ്ഞു, 300 സ്റ്റാർട്ട് ചെയ്യുന്നു, എന്നിട്ട് 700 വരെ ഏതാണെന്ന് ചോദിച്ചാൽ നമ്മുടെ ലൈവ് ഓഡിറ്റിംഗ് സിറ്റുവേഷൻ, നമ്മൾ ഓഡിറ്റ് ചെയ്യാൻ തീരുമാനിച്ചു, ഓഡിറ്റിംഗ് ലൈവായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് വരുന്ന ഇൻസിഡൻസ്, ആ വരുന്ന സിറ്റുവേഷൻസ്, എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്, ഈ സിറ്റുവേഷനിൽ എന്ത് ചെയ്യണം, ആ സിറ്റുവേഷനിൽ എന്ത് ചെയ്യണം, അതിലെങ്ങനെ വരുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കളക്ട് ചെയ്യുക, എന്തൊക്കെ ഇൻഫർമേഷൻ കളക്ട് ചെയ്യണം, ഏതൊക്കെ ലെവലിൽ ഇൻഫർമേഷൻ കളക്ട് ചെയ്യണം, ഏത് രീതിയിൽ അതിനെ ഡോക്യുമെൻറ്റ് ചെയ്യണം, ഏത് രീതിയിൽ അതിനെ തരംതിരിക്കണം, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഈ 300 തൊട്ട് 700 വരെയുള്ള പണി പറഞ്ഞാൽ ഡാറ്റ കളക്ഷൻ, ഇൻഫർമേഷൻ ജനറേഷൻ, അങ്ങനെയുള്ള കുറേ പ്രോസസ്സാണ്. ഓക്കെ, നമുക്ക് അടുത്ത ലെവലിലേക്ക് വേണ്ടിയിട്ട്, കാരണം ജഡ്ജ്മെൻറ്റ് നടത്താൻ വേണ്ടിയിട്ട്. ഓക്കെ, 700 തൊട്ട് പിന്നീട് വരുന്ന എല്ലാ സ്റ്റാൻഡേർഡ്സും പറയുന്നത് നമ്മുടെ ഒപ്പീനിയൻസ് ജനറേറ്റ് ചെയ്യാനുള്ള ലെവലാണ്. ഓക്കെ, അല്ലെങ്കിൽ നമ്മുടെ റിപ്പോർട്ട്സ് കൺക്ലൂഷൻ പറയും. ഓക്കെ, അവിടെ നമ്മൾ ഈ ഒരു ഒപ്പീനിയൻ ഈ സിറ്റുവേഷനിൽ എന്താ നമ്മൾ കൊടുക്കേണ്ടത്, നമ്മൾ സ്പെസിഫിക് ആയിട്ട് എന്തെങ്കിലും ഇൻഫർമേഷൻ കൊടുക്കുന്നുണ്ടെങ്കിൽ സ്പെസിഫിക് ആയിട്ടുള്ള എന്തെങ്കിലും കൺക്ലൂഷൻ കൊടുക്കണമെങ്കിൽ, അങ്ങനെ ഓൾമോസ്റ്റ് 700 തൊട്ട് പിന്നീട് വരുന്ന എല്ലാ സ്റ്റാൻഡേർഡ്സും പറയുന്നത് നമ്മുടെ എന്താ പറയുക പോസ്റ്റ് പ്രൊഡക്ഷൻ, സിനിമയുടെ ടേമിൽ പറയുമ്പോൾ പോസ്റ്റ് പ്രൊഡക്ഷൻ തിങ്സ് ആണ്. നമ്മളതിനെ എഡിറ്റ് ചെയ്യുക, കട്ട് ചെയ്യുക. ഓക്കെ, എഡിറ്റിംഗ്, കട്ട് ചെയ്യുക, മിക്സ് ചെയ്യുക, അങ്ങനെ പല രീതിയിൽ ചെയ്യുമല്ലോ, അതുപോലുള്ള കാര്യങ്ങളാണ് സ്റ്റാൻഡേർഡ് ഓൺ ഓഡിറ്റിംഗ് 700 തൊട്ട് മേലോട്ട് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇത് 200 തുടങ്ങിയിട്ട് ഓൾമോസ്റ്റ് 700 അവിടെ അല്ലെങ്കിൽ 800 എത്തുന്ന സമയത്ത് ഒരു ജേണിയാണ്. പ്രീ പ്രൊഡക്ഷൻ ജേണി, പ്രൊഡക്ഷൻ ജേണി, പോസ്റ്റ് പ്രൊഡക്ഷൻ ജേണി. ഈ ജേണി കഴിഞ്ഞ സമയത്ത് നമ്മളൊരു കൺക്ലൂഷനിൽ എത്തിച്ചേരും. അതാണ് നമ്മുടെ ഓഡിറ്റ് റിപ്പോർട്ടായിട്ട് പുറത്ത് വരിക. ഓക്കെ.